ആദ്യം രാജീവ് മുമ്പോട്ട് വയ്ക്കുന്നത് മിഷൻ 72 എന്ന ആശയമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ 72 സീറ്റ് പിടിക്കാനുള്ള ആശയമാണ് മിഷൻ 72. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആകെയുള്ളത് 100 സീറ്റുകളാണ്. BJPക്ക് ഇപ്പോൾ ആകെയുള്ളത് 36 സീറ്റ്. 50 സീറ്റ് വേണം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭരിക്കാൻ. കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസും BJPയും യോജിക്കാത്തത് കൊണ്ടാണ് CPM നഗരസഭ ഭരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ 72 വാർഡുകളിലും രാജീവ് ചന്ദ്രശേഖർ മുമ്പിലെത്തിയിരുന്നു. 10 വാർഡിൽ രണ്ടാമതെത്തിയിരുന്നു. ഈ ഒന്നാമതെത്തി 72 വാർഡിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിക്കുക എന്ന പദ്ധതിയാണ് മിഷൻ 72. ആ പദ്ധതിയിലൂടെ കേവല ഭൂരിപക്ഷമെങ്കിലും ഉറപ്പാക്കി തിരുവനന്തപുരം നഗരസഭ പിടിച്ച് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഏതാണ്ട് 60ഓളം നിയമസഭാ സീറ്റുകളിൽ 35,000-ലധികം വോട്ടുകൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ BJP നേടിയെന്നും 60 സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ 10 സീറ്റെങ്കിലും അടുത്ത തവണ നേടാമെന്നും ആ 10 സീറ്റ് കിട്ടിയാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാക്കുന്ന തരത്തിൽ ഭൂരിപക്ഷം നേടുക സാധ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കണക്കാക്കുന്നു. അതെ, രാജീവ് ചന്ദ്രശേഖർ യുദ്ധം തുടങ്ങി, ജയിക്കാനുള്ള യുദ്ധം.